ഹലോ മക്കളെ, എൻ്റെ അടുത്ത് എല്ലാ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് +2 കഴിഞ്ഞ് ബിടെക് CS അല്ലെങ്കിൽ എനിക്ക് ബിടെക് CS വിത്ത് AI എടുക്കണമെന്നുണ്ട്. പക്ഷേ സാറേ എനിക്ക് ഏത് കോഴ്സ് എടുക്കണമെന്നൊരു കൺഫ്യൂഷനാണെന്ന് എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും പേഴ്സണലി ചോദിക്കാറുണ്ട്. മക്കളെ, അതിനൊരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ബിടെക് CSൻ്റെ ചാൻസസ് എന്തൊക്കെയാണ്? നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അതേപോലെയുള്ള ബെറ്റർ ജോബ്സുകളെയാണ് നിങ്ങൾ ബിടെക് CS പഠിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്ന കരിയറുകൾ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ബിടെക് CS വിത്ത് AI എടുത്താൽ എന്താണ് നിങ്ങൾക്ക് ജോബ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? മക്കളെ, ബിടെക് CS വിത്ത് AI എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ വിഷൻ, NLP, പിന്നെയാണെങ്കിൽ റോബോട്ടിക് വിഷൻ, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ പല വിധത്തിലുള്ള ജോബ്സുകളാണ് നിങ്ങളെയാണെങ്കിൽ ബിടെക് CS വിത്ത് AI എടുത്താൽ കാത്തിരിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ബിടെക് CSും ബിടെക് CS വിത്ത് AI ഇതുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് ബിടെക്കിലോട്ട് വരികയാണെങ്കിൽ ബിടെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സെമസ്റ്റർ ഉള്ള 4 വർഷമുള്ള ഒരു കോഴ്സാണ് ബിടെക്. എല്ലാ ബിടെക് കോഴ്സുകളും ഈ പറഞ്ഞ 8 സെമസ്റ്ററും 4 വർഷമായിരിക്കും. 8 സെമസ്റ്റർ എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 8 സെമസ്റ്റേഴ്സിൽ പറയുകയാണെങ്കിൽ ബിടെക് CSും ബിടെക് CS വിത്ത് AIയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5ാമത്തെ സെമസ്റ്ററും 6ാമത്തെ സെമസ്റ്ററിലും ആണെങ്കിൽ ആകെ മൊത്തം 3 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം ബിടെക് CSലുള്ള അതേ പേപ്പേഴ്സ് തന്നെയാണ് ബിടെക് CS വിത്ത് AIയിലും പഠിക്കാനുള്ളത്. അതുപോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിടെക് CSലെ പല പേപ്പേഴ്സും അഥവാ നമുക്ക് മെജോറിറ്റി പേപ്പേഴ്സ് എവിടെ പഠിക്കുന്നുണ്ട്? ബിടെക് CS വിത്ത് AIയിലും പഠിക്കുന്നുണ്ട്. അതായത് ആകെ മൊത്തം 3 പേപ്പേഴ്സ് മാത്രമേ വ്യത്യാസമായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിൽ ഞാൻ പറയുന്നു അത് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിന് വലിയ പുലികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആണെങ്കിൽ മാത്രമേ ഈ AI എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബിടെക് CS എടുത്താലും മാത്സ് ഇല്ലയോ? അവിടെയും മാത്സ് ഉണ്ട്. അപ്പോൾ ബിടെക് CS എടുത്താലും ബിടെക് CS വിത്ത് AI എടുത്താലും അവിടെ നമുക്ക് ഏറ്റവും മുൻഗണന എടുക്കേണ്ട ഏറ്റവും വലിയൊരു സബ്ജക്റ്റ് ഏതാണ്? മാത്തമാറ്റിക്സ് തന്നെയാണ്. അപ്പോൾ മാത്തമാറ്റിക്സിലുള്ള ഇൻ്റഗ്രേഷൻ, ഡെറിവേഷൻ കാര്യങ്ങളെല്ലാം അവിടെ എന്താണ്? ഈ ബിടെക് വിത്ത് CSലും പിന്നെ ബിടെക് CS വിത്ത് AIയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബിടെക് CSും ബിടെക് CS വിത്ത് AI തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് കോഴ്സ് എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ 3 പേപ്പേഴ്സ് മാത്രമേ ബിടെക് CSുമായിട്ട് ബിടെക് CS വിത്ത് AIക്ക് ഡിഫറൻസ് ഉള്ളൂ. മറ്റുള്ള ഏത് ഓപ്ഷൻ എടുത്താലും ഇപ്പോൾ മെഷീൻ ലേണിംഗ് കോഴ്സ് ഉണ്ട്, പിന്നെയാണ് ഡേറ്റാ സയൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം 1-2 പേപ്പേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഈ ബിടെക് CS ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റാ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഡേറ്റാ സയൻസിൻ്റെ പ്രത്യേകമുള്ള ഡിപ്ലോമ കോഴ്സുകളെല്ലാം നിങ്ങൾ ബിടെക് CS എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. AI ഡെവലപ്പേഴ്സിൻ്റെ ആണെങ്കിൽ AIയുടെ പ്രത്യേകം കോഴ്സിലെടുത്ത് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ് സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ഉള്ള കോഴ്സുകളും അതിൻ്റെ ഡിപ്ലോമ കോഴ്സുകളും അതിൻ്റെ സർട്ടിഫിക്കേഷൻസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള പല കോളേജസിലും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് മാത്തമാറ്റിക്സും ഫിസിക്സും. മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് നമ്മുടെ ഈ പറഞ്ഞ CSുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ +2ൽ പഠിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഡെറിവേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെ ആവശ്യമുണ്ട്? നിങ്ങൾ ഇനി ബിടെക് ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, BSc CS ആയിക്കോട്ടെ, ഏത് കോഴ്സ് എടുത്താലും അവിടെ ആവശ്യമുണ്ട്. സോ നമ്മുടെ CSും മാത്സുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ ഇവിടെ ഉണ്ട്, നല്ലൊരു സ്ട്രോങ് ബന്ധം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ബിടെക്കിലാണെങ്കിലും മറ്റുള്ള കോഴ്സസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടായിരിക്കും ഈ ഒരു ബിടെക് CSും ബിടെക് CS വിത്ത് AI ഇതുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.